നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. കോർട്ടുവ വായടച്ചിരിക്കണം പറയുന്നത് അത്ലറ്റിക്കോ മാഡ്രിഡിൻ്റെ പ്രസിഡൻ്റാണ്. നേരത്തെ അത്ലറ്റിക്കോ മാഡ്രിഡിന് വേണ്ടിയും കളിച്ചിട്ടുള്ളയാളാണ് തിബോട്ട് കോർട്ടുവ. ഇപ്പോൾ അദ്ദേഹം റയൽ മാഡ്രിഡിൻ്റെ കാവലാളാണ്. കഴിഞ്ഞ മത്സരം യുവേഫ ചാമ്പ്യൻസ് ലീഗിലെ പോരാട്ടം റയൽ മാഡ്രിഡും അത്ലറ്റിക്കോ മാഡ്രിഡും തമ്മിൽ നടന്നത്, അതിൽ ഹുലിൻ ആൽവാരസിൻ്റെ ഡബിൾ ടച്ച് വിവാദം ഉണ്ടായിരുന്നല്ലോ. ആ വിഷയത്തിൽ തിബോട്ട് കോർട്ടുവ പറഞ്ഞിരുന്നു, ഇവരെപ്പോഴും ഇങ്ങനെ വിക്ടിം കാർഡ് കളിക്കുകയാണ്, അത് കേട്ട് കേട്ട് മടുത്തു, ഇവരൊരു കരച്ചിൽ ക്ലബ്ബാണല്ലോ എന്ന് അത്ലറ്റിക്കോ മാഡ്രിഡിനെ കുറിച്ച്, തൻ്റെ മുൻ ക്ലബിനെ കുറിച്ച് അദ്ദേഹം പറഞ്ഞിരുന്നു. ഇപ്പോൾ അത്ലറ്റിക്കോ മാഡ്രിഡിൻ്റെ പ്രസിഡന്റ് തന്നെ അതിനോട് പ്രതികരിച്ചിരിക്കുകയാണ്. അദ്ദേഹം പറയുന്ന വാക്കുകളിലേക്ക് നമ്മളൊന്ന് പോവുകയാണ്. എൻട്രിക്ക് സെറേസോ പറയുന്നു, അദ്ദേഹമാണ് പ്രസിഡന്റ്, അദ്ദേഹം പറയുന്നു കോർട്ടുവ ഒരു സ്പെഷ്യൽ കേസാണ്. ശരിക്കും അദ്ദേഹം ഗ്രേറ്റ്ഫുൾ ആയിരിക്കേണ്ടയാളാണ്, നന്ദിയുള്ള ഒരാളായിരിക്കേണ്ടതാണ്. ഇവിടെ അദ്ദേഹം കുറച്ചു കാലം ചിലവഴിച്ചതല്ലേ, നല്ലത് അവന് വായടച്ചിരിക്കുന്നതാണ്. ഞങ്ങളെന്തായാലും ഈ വിഷയത്തിൽ മാന്യന്മാരാണ്. അദ്ദേഹം കോർട്ടുവയുടെ പ്ലക്കൊന്നും ഞങ്ങൾ റിമൂവ് ചെയ്യാൻ പോകുന്നില്ല എന്നാണ് ഇപ്പോൾ എൻറിക് സെറേസോ പറയുന്നത്. എന്തായാലും ഈ വിഷയത്തിൽ ഇപ്പോഴും ഇങ്ങനെ ഓരോ മൂലകളിൽ നിന്നായിട്ട് പ്രതികരണം വന്നുകൊണ്ടിരിക്കുകയാണ്. ഡബിൾ ടച്ച് എന്നുള്ളത് അതങ്ങ് ദഹിക്കുന്നില്ല, അതിൽ ഇൻറ്റൻഷനൽ അല്ല എന്നൊക്കെയുള്ളത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ ഇതിനി പറഞ്ഞിട്ട് കാര്യമില്ല, കാര്യമൊക്കെ കഴിഞ്ഞു പോയി. യുവേഫ ഇപ്പോൾ പറയുന്ന ഇഫാബുമായിട്ടും ഫിഫയുമായിട്ടും ഒക്കെ റൂൾ ചേഞ്ചിങ്ങുമായി ബന്ധപ്പെട്ട് ഡിസ്കഷൻ നടത്തുമെന്നാണ്. അങ്ങനെ ചേഞ്ചിങ് വന്നാൽ പോലും അത് ഭാവിയിൽ മാത്രമേ ഉള്ളൂ. ഇപ്പം കഴിഞ്ഞത് കഴിഞ്ഞു പോയി. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.